വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് വന്നേക്കാണ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ പെരുന്നാളിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ വൈകിട്ടാണ് പോണത്. അപ്പൊ നമ്മൾ തൃശ്ശൂർക്കാണ് കേട്ടോ പോണത്. എങ്ങടാന്നൊന്നും ഉറപ്പിച്ചിട്ടില്ല, പോണ വഴിക്കായിരിക്കും നമ്മൾ ആലോചിക്കാല്ലേ. അപ്പൊ നമുക്ക് ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. സത്യം പറഞ്ഞാൽ എന്ത് ഡ്രസ്സ് എടുക്കണം എന്നൊരു പ്ലാനും ഇല്ലാണ്ട് കേട്ടോ ഞാൻ പോണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കുള്ള ഡ്രസ്സ് സുഡിയോന്ന് എടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സുഡിയോയിൽ വന്നത്. കാരണം ഇപ്രാവശ്യം ചുരിദാർ എടുക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സുഡിയോയിലേക്ക് വന്നിട്ടാ. സുഡിയോയിൽ വന്നപ്പോൾ ഒരൊറ്റ സാധനം ഇല്ല, നല്ല കളക്ഷൻസ് കുറവായിരുന്നു. ഞാൻ പിന്നെ 2-3 ടീഷർട്ട് വെറുതെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ കളറായിട്ടുള്ള ടീഷർട്ടൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ആംബ്രൂവിന് ഇവിടുന്ന് കിട്ടിയിട്ട് ഞാൻ ആംബ്രൂവിന് സ്റ്റുഡിയോന്ന് എടുക്കണം എന്ന് വിചാരിച്ചില്ല. പക്ഷേ കുട്ടികളുടെ സെക്ഷൻ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്, ഗേൾസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ബോയ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഞാൻ ആംബ്രൂവിന് അവിടെ നിന്ന് എടുത്തു. അതിന് ശേഷം സ്റ്റുഡിയോന്ന് ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ ട്രെൻഡ്സിലേക്ക് വന്നേക്കാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാം ട്രെൻഡ്സിൽ നിന്നൊന്നും കിട്ടില്ല, എന്നാലും എന്തെങ്കിലും കിട്ടിയാലോ വെച്ചിട്ട് വന്നതാണ്. ഇവിടെയും ഞാൻ അത്യാവശ്യത്തിലധികം നേരം ചിലവഴിച്ചു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ആംബ്രൂം സാപ്പിയും നല്ല കളിയാണ് കേട്ടോ. ഞാനിങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായി ഇന്ന് എനിക്ക് ഡ്രസ്സ് കിട്ടില്ല എന്ന്. അപ്പോൾ സാപ്പി ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് സാപ്പി ഇങ്ങനെ നടന്ന് നോക്കുകയാണ് കേട്ടോ ഡ്രസ്സൊക്കെ. സാപ്പിക്കും നടന്ന് പ്രാന്തായപ്പോൾ എന്നാൽ ഇനി നാളെ പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ആംബ്രൂവിന് ഫുഡ് കൊടുക്കണം, അത്യാവശ്യത്തിലധികം നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഞാൻ ബാക്കിലാണ് ഇരിക്കണത്, കാരണം ആംബ്രൂവിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ഇരിക്കാൻ പറ്റണില്ല. അപ്പം ഞങ്ങൾ ബാക്കിൽ ഇരുന്നിട്ട് ആംബ്രൂ ഉറങ്ങിയിട്ടോ. അത്യാവശ്യത്തിലധികം ഓടി നടന്നിട്ടുണ്ട്, അതിൻ്റെ ക്ഷീണമാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ആലോചനയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, ഇത് പിറ്റേ ദിവസമാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോണത് കേട്ടോ. എന്നാലും നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മളിന്ന് ആംബ്രൂവിനെ കൊണ്ടുപോകണില്ല. എന്ത് സാപ്പി ആംബ്രൂവിനെ കൊണ്ടുപോകാത്ത? എളുപ്പമല്ല, കാരണം ആംബ്രൂവിന് സാപ്പിയുടെ അടുത്ത് ഇരിക്കണം പറഞ്ഞിട്ടുള്ള ഒരു വാശിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് കൊണ്ടുപോകണില്ല. അപ്പൊ എന്തായാലും ആംബ്രൂവിനൊന്ന് ഷൂ ഒക്കെ നോക്കണം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രണ്ടാളും മാത്രം പോവാന്ന് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഞാൻ വിചാരിക്കണ ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടണില്ല ഗൈസ്. അതാണ് സത്യം പറഞ്ഞാൽ എന്ത് ഡ്രസ്സാണ് എടുക്കേണ്ടത് എനിക്കറിയില്ല. അതുകൊണ്ട് അപ്പൊ നമുക്ക് ഇന്നും കൂടി ഒരു ദിവസം ഉണ്ട്, നമുക്കിന്ന് പോയി നോക്കി നോക്കാം. ഇന്നലെ നമ്മൾ രാത്രിയല്ലേ പോയത്, പിന്നെ ആംബ്രൂവിന് ഫുഡ് കഴിക്കേണ്ട ആ ഒരു ടൈമുമായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വേറെ ഇങ്ങോട്ടും ഇനി പോവാഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും നോക്കി നോക്കാം. പോണ വഴിക്ക് ഞാൻ തീരുമാനിച്ചു കേട്ടോ, ഇപ്രാവശ്യം ചുരിദാറാണ് എടുക്കണമെന്ന്. കാരണം ഈ മാസം നമുക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിനൊരു ചുരിദാർ എടുക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ ആർ ബ്രൈഡലിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. സാധാരണ നമ്മൾ ചാവക്കാടുള്ള ഷോപ്പിലേക്കാണ് പോവാറ്. ഇപ്രാവശ്യം നമ്മൾ പട്ടാമ്പിയിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഇവിടെ വന്ന് എനിക്കൊരു 5 മിനിറ്റ് മതി ഡ്രസ്സ് എടുക്കാൻ, അതിൽ കൂടുതൽ കൂടാറില്ല കേട്ടോ. കാരണം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വർക്ക് കുറഞ്ഞതും വർക്ക് കൂടിയിട്ടായിട്ടുള്ളതൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു പാടുള്ളൂ. പക്ഷെ വന്ന് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ഡ്രസ്സ് എടുത്തു പോകും. അതാണ് ഈ ഷോപ്പിന്റെ പ്രത്യേകത കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇതാ കാറിൽ കയറുകയാണ് കേട്ടോ. അപ്പൊ ഗൈസ്, എനിക്ക് ഡ്രസ്സ് കിട്ടി. ഇപ്പൊ എന്റെ മുഖത്ത് സന്തോഷം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് ഡ്രസ്സ് കിട്ടിയത്. കളറ് നിങ്ങൾ കണ്ടാൽ ഞെട്ടും അല്ല സാപ്പി? ഞാൻ ഇപ്രാവശ്യം നല്ലൊരു ഇടിവെട്ട് കളറാണ് എടുത്തേക്കണത്. അതെന്തായാലും കളർ ഇപ്പൊ പറയണ്ടല്ലേ, നിങ്ങള് പെരുന്നാൾ കണ്ട. എനിക്ക് അതുവരെ എത്തുമ്പോ ഇന്ന കളർ എടുക്കണം എന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇന്ത്യയിൽ ഇല്ലാത്തൊരു കളറും പിന്നെ അവിടെ ആ ഡിസ്പ്ലേ ഇട്ടയിൽ എനിക്ക് ആ ഒരു കളർ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ആ കളർ തന്നെ എടുത്തു. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ മുഖം കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും നല്ല ഇഷ്ടമായിട്ടുണ്ട് ഡ്രസ്സ്. ബാക്കിൽ ഞാൻ സുരക്ഷിതമായിട്ട് വെച്ചേക്കാണ്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും വടക്കാഞ്ചേരി പോവാം. ഇവിടെ വണ്ടി നിർത്താൻ പോയിട്ട് കാല് കുത്ത വരെ സ്ഥലമില്ല, അമ്മാതിരി ബ്ലോക്കും തിരക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി എന്തായാലും അവിടെ പോയിട്ട് കാണാം. അങ്ങനെ എനിക്ക് ഡ്രസ്സ് കിട്ടി. ഞാൻ ഇന്നൊക്കെ ഇട്ട് സാപ്പിയുടെ അടുത്ത് എനിക്ക് ഡ്രസ്സ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് നടക്കായിരുന്നു കേട്ടോ. അങ്ങനെ കിട്ടി ഗൈസ്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും അവിടെ പോയിട്ട് കാണാം. ഞാൻ പറഞ്ഞില്ലേ നല്ല ബ്ലോക്കാണ്. ഇങ്ങനെയൊക്കെ വണ്ടി പോണത് തന്നെ ഇടക്കിടക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് ആംബ്രൂവിന് ഷൂ വാങ്ങാണ്ടായിരുന്നു. അത് നമ്മൾ പോണ വഴിക്ക് ഒരു കട കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. ആ ഒരു ബൂട്ട് എപ്പോൾ കണ്ടാലും ഞാൻ സാപ്പി എടുത്തു നോക്കും. പക്ഷേ ചെറിയ ഉണ്ണികൾക്ക് ആ ഒരു ബൂട്ട് ഇട്ട് കൊടുക്കുക പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കുറച്ചും കൂടി വലുതായിട്ട് നമുക്ക് അത് വാങ്ങാട്ടെ. എന്നിട്ട് ഞങ്ങളത് അവിടെ വെച്ചു. അങ്ങനെ ഷൂവും ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ വടക്കാഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ അവിടത്തേക്കാളും വലിയ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. പെരുന്നാളൊക്കെ അല്ലേ, നല്ല തിരക്കുണ്ട് കേട്ടോ റോട്ടിലൊക്കെ.
ഇനി നമുക്ക് ഉമ്മാക്ക് മാക്സി എടുക്കണം. അപ്പോൾ ആ ഒരു കടയിലും കൂടിയും കയറണം. വേറൊരു കടയിലും കൂടി കയറണ്ടായിരുന്നു, പക്ഷെ ഇന്നത്തേക്ക് ഇത് മതി. അങ്ങനെ ഞാൻ ഉമ്മാക്കും മാക്സി ഒക്കെ എടുത്തിട്ട് നമ്മളിതാ അവിടുന്നും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പെരുന്നാൾ ഷോപ്പിംഗ് കഴിഞ്ഞിക്കാല സാപ്പി. അപ്പൊ ആംബ്രൂന് വാങ്ങിച്ചൊരു ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആംബ്രൂ ഞെട്ടിയിട്ടിരിക്കുകയാണ്, ഇത്ര നേരം എവിടെ പോയി നോക്കിയിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള ഗൈസ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി പെരുന്നാൾ വ്ളോഗിൽ കാണാം അല്ലേ. അപ്പൊ അതുവരെ ബൈ ബൈ.